പ്രണയകാവ്യം രചനാ അവതരണം മിത്രവിന്ദ. ഈ കാലത്തിനോടിടയ്ക്ക് തൻ്റെ മനസ്സിൽ വീണ്ടും ഒരു പ്രണയം തോന്നിയത് സുധിയോടാണ്. അമ്പലമുറ്റത്ത് വെച്ചാണ് താൻ ആദ്യമായി സുധിയെ കണ്ടത്. കള്ളക്കണ്ണിൻ്റെ മുൻപിൽ താൻ കണ്ണടച്ചു നിൽക്കുകയാണ്. പെട്ടെന്നൊരാൾ തൻ്റെ മുൻപിലേക്ക് വന്നതായി തോന്നി. നോക്കിയപ്പോൾ കസവ് കര മുണ്ടുടുത്ത് മേൽമുണ്ട് പുതച്ച് ഒരു ചെറുപ്പക്കാരൻ, കൂടിയൊരു പെൺകുട്ടിയും. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാണ് കോലാഹലമൊക്കെ നടന്നത്. അയാളുടെ വണ്ടി, അയാൾക്ക് വിലപ്പെട്ട സമയം, അതെല്ലാം താൻ കവർന്നെടുത്തു. തല ചുറ്റിയത് മാത്രം ഓർമ്മയുള്ളൂ. പെട്ടെന്ന് മുഖത്ത് വീണ വെള്ളത്തുള്ളികൾ. കണ്ണ് തുറന്നപ്പോൾ അയാളുടെ കരവലയത്തിലാണ്. അയാളുടെ നെഞ്ചിലെ നനുത്ത രോമങ്ങൾ പോലും അവളുടെ കവിളിൽ ഉമ്മ വെച്ചു പോയി. പെട്ടെന്ന് പിന്നോട്ട് മാറിയതും അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അയാൾ തിരക്കിട്ട് പോയി ഡ്രസ്സ് മാറിയതും. അപ്പോൾ താൻ അറിഞ്ഞില്ല ഇത് അവരുടെ ഹോസ്പിറ്റലാണെന്ന്. പിന്നീട് MDയുടെ മുറിയിൽ വെച്ച് അയാളെ വീണ്ടും കണ്ടപ്പോൾ തൻ്റെ ആത്മാവിലുണ്ടായ ഒരു ത്രസിപ്പ്. ഡോക്ടർ പ്രിയയുടെ വിവാഹത്തിന് പോയപ്പോൾ താൻ പതിവില്ലാതെ സുന്ദരിയെ ഒരുങ്ങിയത് ഇയാളെ കാണിക്കാനായിരുന്നോ? രാത്രിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വീട്ടിൽ കൊണ്ടുചെന്ന് വിടാമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ മനസ്സ് തരളിതമായത് അവൾ ഓർത്തു. അന്ന് ആ നശിച്ച രാത്രിയിൽ എങ്കിലും തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ കണ്ണീർ ഒപ്പിക്കൊണ്ട് തന്നെ ആശ്വസിപ്പിച്ചപ്പോൾ ഇയാൾ തൻ്റെ ആരോ ആണെന്നോർത്തു. തൻ്റെ പ്രാണനായതുപോലെ തോന്നി. ഒടുവിലെല്ലാം ഇങ്ങനായി മാറി. അവളുടെ തേങ്ങൽ മാത്രമാണ് ഇപ്പോൾ ആ മുറിയിൽ അവശേഷിച്ചത്. അടുത്ത ദിവസം അവൾ ഡോക്ടർ പ്രിയയുടെ അടുത്തേക്ക് ചെന്നു. തൻ്റെ വിവാഹം ഉറപ്പിച്ചെന്നും പയ്യൻ്റെ വിവരങ്ങളൊക്കെയും പറഞ്ഞു. ഡോക്ടർ അശ്വിൻ സുധിയോട് ഈ കാര്യം പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവൾ പ്രിയയോടിത് പറഞ്ഞത്. പക്ഷെ അവൾ ആഗ്രഹിച്ച പോലെ പ്രിയ അശ്വിനോട് ഈ വിവരം പറഞ്ഞില്ലെന്നാണ് തോന്നിയത്. കാരണം സുധിയെ പിന്നീടൊക്കെ കണ്ടുമുട്ടിയെങ്കിലും അവൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവ വ്യത്യാസവുമില്ലായിരുന്നു. അല്ലെങ്കിൽ അയാൾ അനുവിനോട് വിവാഹത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമായിരുന്നുവെന്ന് അനുവിന് തോന്നി. ഇടയ്ക്കൊരു ദിവസം സുധിയും അശ്വിനും കൂടി നടന്നു വരികയാണ്. അനുവിൻ്റെ ഒപ്പിയിലെത്തിയപ്പോൾ നല്ല തിരക്ക്. ഡോക്ടർ അനുഗ്രഹയുടെ ഒപ്പിയിൽ നല്ല ആളാണ്. ഇനിയിപ്പോൾ അനുഗ്രഹ പോയാൽ വേറെ ആരാണ് സുധി പുതിയ ആള്? അശ്വിൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് സുധിക്ക് കാര്യം പിടികിട്ടിയില്ല. അവൻ ചോദ്യഭാവത്തിൽ അശ്വിനെ നോക്കി. എന്താടാ നീ പറഞ്ഞു വരുന്നത്? സുധി ആരാഞ്ഞു. നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഡോക്ടർ അനുവിൻ്റെ മാരേജ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. പ്രിയോട് കാര്യം ഡോക്ടർ അനുഗ്രഹ പറഞ്ഞിട്ട് 1 വീക്ക് ആയല്ലോ. നീ അറിഞ്ഞില്ലായിരുന്നോ? അതും പറഞ്ഞ് അശ്വിൻ നടന്നു. പെട്ടെന്ന് കേട്ടതുകൊണ്ട് സുധിക്ക് തൻ്റെ കാതുകളോട് ഒരു വിശ്വാസക്കുറവ് തോന്നി. അശ്വിൻ, സുധി വിളിച്ചു. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഞാൻ അറിഞ്ഞില്ല. എന്നോട് ഡോക്ടർ അനുഗ്രഹമൊന്നും പറഞ്ഞില്ലല്ലോ. സുധി അവനെ നോക്കി. എൻഗേജ്മെൻ്റ് ആയിട്ട് പറയാനായിരിക്കും. പ്രിയയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ചാണ് അവളോട് പറഞ്ഞത്. അശ്വിൻ പ്രതികരിച്ചു. ഇപ്പോഴാണ് അവന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. അനു അന്ന് കാറിൽ കയറാതിരുന്നത് ഒരു പക്ഷേ ഈ കാരണത്താലായിരിക്കും. അവൻ തിരികെ അവൻ്റെ റൂമിലേക്ക് പോയി. അന്ന് ഉച്ച കഴിഞ്ഞു വരെ നീളുന്ന തിരക്കായിരുന്ന അനുവിന് ഇറങ്ങിയപ്പോൾ കുറച്ച് താമസിച്ചു. ഡോക്ടർ അനുഗ്രഹം, സുധി വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് പിന്തിരിഞ്ഞു. എന്താ സർ? അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഡോക്ടർ അശ്വിൻ പറഞ്ഞു ഇയാളുടെ മാരേജ് ഫിക്സായി എന്ന്. ശരിയാണോ? അവൻ പ്രത്യേകിച്ച് ഒരു മുഖവുരയില്ലാതെ ചോദിച്ചു. പെട്ടെന്ന് അവൾ ഒന്ന് പരിഭ്രമിച്ചു. അതെ സർ, എൻ്റെ വിവാഹം തീരുമാനിച്ചു. അവൾ വല്ല വിധേനയും പറഞ്ഞൊപ്പിച്ചു. ഡോക്ടർ അശ്വിൻ പറഞ്ഞിരുന്നു എന്നോട്. ഞാൻ ഇയാളോട് ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. സുധി നടന്നു പോയി. ഡോക്ടർ അശ്വിൻ പറഞ്ഞെങ്കിലും അനുവിൽ നിന്ന് അതൊന്ന് അറിയുവാനാണ് സുധി അവളെ കാണാൻ കാത്തു നിന്നത്. ഇടയ്ക്കൊക്കെ മാധവും അമ്മയും അനുവിനെ വിളിക്കും, വിശേഷങ്ങളൊക്കെ ചോദിക്കും. എത്രയും പെട്ടെന്ന് മുൻപോട്ടുള്ള കാര്യങ്ങൾ നടത്തുവാനാണ് അവരുടെ പ്ലാന്. ഇതിനിടയ്ക്ക് അച്ഛനും അമ്മാവനും അമ്മായിയും കൂടെ മാധവൻ്റെ വീട്ടിൽ പോയി. അവർക്കൊക്കെ മാധവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നല്ല കുടുംബമാണെന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത ദിവസം അവധിയായിരുന്നു. അന്ന് കൃഷ്ണൻകോവിലിൽ പോകുവാൻ അവൾ തീരുമാനിച്ചു. എല്ലാം ഭഗവാനോട് ഏറ്റു പറയണമെന്ന് അവൾ ഓർത്തു. അന്ന് കാലത്തെ മാധവ് വിളിച്ചപ്പോൾ അവൾ അമ്പലത്തിൽ പോകുവാൻ തയ്യാറെടുക്കുകയാണെന്ന് പറഞ്ഞു. മിത്രയും സുധിയും അന്ന് കാലത്തെ അമ്പലത്തിൽ പോയി. പക്ഷെ അനു വരുമെന്ന് അവർക്കറിയില്ലായിരുന്നു. അനു തൊഴുതിറങ്ങിയപ്പോഴാണ് മിത്രയെ കണ്ടത്.
അവർ കാർ പാർക്ക് ചെയ്തിട്ട് വരികയാണ്. ചേച്ചി, എത്ര നാളായി കണ്ടിട്ട്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവൾ ഓടിച്ചെന്ന് അനുവിൻ്റെ കയ്യിൽ പിടിച്ചു. ഒരു വിശേഷവും ഇല്ല മിത്രക്കുട്ടി, സുഖായിരിക്കുന്നു. അനു തിരിച്ച് മിത്രയുടെ കയ്യിലും പിടിച്ചു. ചേച്ചി, ഒരു 5 മിനിറ്റ് നിൽക്കുവോ? ഞങ്ങൾ വേഗം തൊഴുതു വരാം. നമുക്ക് ഒരുമിച്ച് പോകാം. മിത്ര അവളെ നോക്കി പറഞ്ഞു. സുധി അനുവിനെ നോക്കി ചിരിച്ചു. ശരി മിത്ര, ഞാൻ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ പോയി വരൂ. അനു മിത്രയെ നോക്കി. മിത്ര വേഗം വഴിപാട് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയി. സുധി അകത്തേക്ക് കടക്കാൻ തുടങ്ങിയതും അനുവെന്ന് ആരോ വിളിക്കുന്നതവൻ കേട്ടു. പെട്ടെന്ന് സുധി തിരിഞ്ഞു. അനുവിൻ്റെ അടുത്തേക്ക് സുമുഖനായി ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നത് അവൻ കണ്ടു. അവനും അനുവും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ അവൻ തെല്ല അധികാരത്തോടെ പിടിച്ചു. അതായിരിക്കും അവളുടെ ഭാവി വരണമെന്ന് സുധിക്ക് മനസ്സിലായി. അവൻ്റെ ഒപ്പം അനു നടന്നു നീങ്ങി. ഇടയ്ക്ക് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സുധി തന്നെ നോക്കി നിൽക്കുന്നതവൾ കണ്ടു. മാധവന്റെ കൈവിടുവിച്ച് സുധിയുടെ അരികിലേക്ക് ഓടിച്ചെല്ലണമെന്ന് അവൾക്ക് തോന്നി. ഏട്ടനിതെന്താ അമ്പലത്തിൽ കയറുന്നില്ലേ? സുധിയെ കാണാഞ്ഞ് മിത്ര അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ വരുവാണ് മോളെ, 1 മിനിറ്റ്. സുധി പെട്ടെന്ന് അവളെ നോക്കി. ഏട്ടാ, അനുചേച്ചി പോയോ? അവൾ അനു നിന്ന ഭാഗത്തേക്ക് നോക്കി. നീ വരുന്നുണ്ടോ മിത്ര? അവൾ ചോദിച്ചതിനുള്ള മറുപടി അവൻ പറഞ്ഞില്ല. അവൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് മെല്ലെ കയറി. മിത്ര ഒന്നും മനസ്സിലാകാത്തതുപോലെ നിന്നു. ഈശ്വര, നിന്റെ മുൻപിൽ വെച്ച് ഞാൻ അവളെ കണ്ടത്. ഇപ്പോൾ അവളുടെ വരനെയും നീ കാണിച്ചു തന്നു. അവൾക്ക് നല്ലത് മാത്രം വരുത്തണം. ആ ഒരു പ്രാർത്ഥനയെ തനിക്കുള്ളൂ. സുധി മിഴികൾ ഇറുക്കിയടിച്ചു. അവൻ കോവിലിൽ നിന്ന് ഇറങ്ങി വരുന്നതും കാത്ത് മിത്ര നോക്കി നിൽപ്പുണ്ട്. ഏട്ടാ, അനുചേച്ചി എന്നോട് പറഞ്ഞതാ ഇവിടെ കാത്തു നിൽക്കാന്ന്. എന്നിട്ട് എവിടെ പോയാവോ? മിത്ര ചുറ്റിനും തിരിഞ്ഞു. അയാൾ പോയി മിത്ര, നീ വന്ന് വണ്ടി കയറ്. സുധി കാറിൻ്റെ അടുത്തേക്ക് നടന്നു. പോകെ എങ്ങട്? മിത്രയ്ക്ക് അത് വിശ്വാസമായില്ല. അയാളുടെ ഭാവി വരം വന്ന് അയാളെ കൂട്ടിക്കൊണ്ടുപോയി, അത്ര തന്നെ. സുധി ഡോർ തുറന്നകത്തേക്ക് കയറി. മിത്രയും ഗത്യന്തരം ഇല്ലാതെ കാറിലേക്ക് കയറി. സുധി വണ്ടി സ്റ്റാർട്ട് ചെയ്തതും അവൾ അവനെ തടഞ്ഞു. ഏട്ടൻ പോകാൻ വരട്ടെ. എന്നോട് ഏട്ടൻ പറഞ്ഞത് എനിക്കിപ്പോൾ മനസ്സിലായില്ല. അനുചേച്ചിന് ആരാ വന്നത്? അവൾ സുധിയുടെ കയ്യിൽ കടന്നു പിടിച്ചു. അനുഗ്രഹയുടെ വിവാഹം ഉറപ്പിച്ചു. അയാൾ ഡോക്ടറാണ്. നിശ്ചയം എന്താണെന്ന് തീയതി പിന്നീട് അറിയിക്കും. ഇപ്പോൾ അയാളാണെന്ന് തോന്നുന്നു. ഒരു ചെറുപ്പക്കാരൻ വന്നു. അയാളുടെ കൂടെ അനുഗ്രഹം പോയി. ഇപ്പം കാര്യങ്ങൾ മനസ്സിലായോ? എങ്കിൽ നമുക്ക് പോകാം. സുധി വണ്ടി മുന്നോട്ടെടുത്തു. വീടെത്തും വരെ അവർ രണ്ടാളും പരസ്പരം സംസാരിച്ചില്ല. മിത്രയെ വീട്ടിലിറക്കിയിട്ട് സുധി വണ്ടി തിരിച്ചു. ഏട്ടൻ എങ്ങോട്ടാ? അവൾ ചോദിച്ചു. ഹോസ്പിറ്റലിൽ കുറച്ച് വർക്ക് പെൻഡിങ് ആണ് മോളെ, ഞാൻ പോയിട്ട് വരാം. അവൻ വേഗം കാറോടിച്ചു പോയി. എത്ര ദൂരം പിന്നിട്ടെന്നറിയില്ല. എവിടാണോ ആവോ? അവൻ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് വണ്ടി ഒതുക്കി. കണ്ണെത്താ ദൂരത്തോളം നീണ്ട നെൽവയലുകൾ, അതിനപ്പുറത്ത് കുറേ നാളികേര വൃക്ഷങ്ങൾ, അങ്ങ് ദൂരെ മലഞ്ചെരിവും. അവൻ കാറിൽ നിന്നിറങ്ങി. വിദൂരതയിലേക്ക് കണ്ണു നട്ട് നിൽക്കുകയാണവൻ. പെട്ടെന്ന് അവൻ്റെ തോളിൽ ആരോ പിടിച്ചു. നോക്കിയപ്പോൾ അനു. സുധിയേട്ടാന്ന് അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. നിനക്കെന്നെ പിരിയാനാവില്ലെന്ന് എനിക്കറിയായിരുന്നു. അവൻ അവളുടെ നെറുകി തുരുതുരെ ഉമ്മ വെച്ചു. പെട്ടെന്നാണ് അവന് സ്ഥലകാല ബോധം വന്നത്. എവിടെ അനു? അവൻ തൻ്റെ കൈകളിൽ നോക്കി. ആരുമില്ല. താൻ അവളെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? തൻ്റെ മനസ്സിൽ നിറയെ അനുവാണ്, അവൾ മാത്രം. ഒരു പനിനീർപ്പൂവ് പോലെ അവൾ തൻ്റെ മനം കവർന്നത്. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി പതുങ്ങി വരുന്ന അവളെ താൻ എപ്പോഴൊക്കെയോ തൻ്റെ സ്വന്തമാക്കിയിരുന്നെങ്കിലെന്ന് അവനും ആഗ്രഹിച്ചു. അന്ന് രാത്രി അവളുടെ മേൽ മറ്റൊരു പുരുഷൻ കൈവച്ചു. താൻ ആളി കത്തിയതവൻ ഓർത്തോ? അവൾ നാളെ മറ്റൊരാളുടെ ആകാൻ പോകുകയാണ്. അവളോട് തൻ്റെ ഇഷ്ടം ഒന്നും പറയാൻ പോലും കഴിഞ്ഞില്ല. അതോർക്കുമ്പോൾ എവിടെയോ ഒരു വേദന. അവൻ നെടുവീർപ്പെട്ടു. ആ, സാരമില്ല. അവൾക്ക് തന്നെക്കാട്ടിലും നല്ലൊരു പയ്യനെ ദൈവം കൊടുത്തല്ലോ. ആശ്വസിക്കാം. ഏട്ടാ, ഇതെവിടായിരുന്നു? രാത്രി 10 മണിയായി കാണും സുധി തിരിച്ചെത്തിയപ്പോൾ. ഞാൻ ഡോക്ടർ അശ്വിനുമായിട്ടൊരു സ്ഥലം വരെ പോയതാണ്, അതാ ലേറ്റായത്. അവൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ലെന്ന് മിത്ര വിളിക്കുമ്പോൾ അറിയുമെന്ന് അവന് തോന്നി. അതുകൊണ്ടാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ ഒരു കള്ളം തട്ടിവിട്ടത്. നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? അമ്മ അങ്ങനെ അടിമുടി നോക്കി. ഞാൻ കഴിച്ചമ്മേ. അശ്വിൻ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനൊരു കോട്ടുവായി ഇട്ടുകൊണ്ട് അകത്തേക്ക് പോയി. അവൻ കയറി പോകുന്നത് നോക്കി മിത്ര നിന്നു.
ഏട്ടൻ എപ്പോഴെങ്കിലും അനുചേച്ചി ഇഷ്ടപ്പെട്ടിരുന്നോ? ഏട്ടൻ്റെ കണ്ണുകൾ ഇന്ന് പറഞ്ഞത് അനുചേച്ചി തൻ്റെ ആരോ ആണെന്നാണെന്ന് അവൾക്ക് തോന്നി. ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ ഏട്ടൻ്റെ കണ്ണുകളിൽ ഒരു നഷ്ടബോധമാണ് കണ്ടത്. കൂടുതലായി എന്തെങ്കിലും ചോദിച്ചാൽ ഏട്ടന് വിഷമമാകും. അതുകൊണ്ട് അവൾ ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഏട്ടന് പറയാമായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. അനുചേച്ചിയെ നേരിട്ടൊന്ന് കാണുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ എന്ന് അവൾ ചിന്തിച്ചു. അനുവുമെന്ന ആകെ വിഷമത്തിലാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മാധവ് അവിടെ വന്നത്. അല്ലെങ്കിൽ മിത്രയുടെ കൂടെ താനും വരുമായിരുന്നു. മാധവ് കാണിച്ച അമിത സ്വാതന്ത്ര്യം അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. അമ്മയോടിക്കാരി അവൾ തുറന്നു പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ കുട്ടികൾ വിവാഹം ഉറപ്പിച്ച അന്ന് മുതൽ കറക്കമാണ്. ഇതിപ്പോ ഈ കുട്ടിയൊന്ന് കാറിക്കയറ്റിയതാണ് ഇവിടെ ഒരാൾക്ക് വിഷമം. അമ്മായിയും തൻ്റെ അമ്മയും കൂടി ചിരിച്ചു. സുധിയുടെ മുഖം ഓർത്തപ്പോൾ അവൾക്ക് പിന്നെയും പിന്നെയും വിഷമം. വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് എന്നും വീട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അനു ഒന്നിലും ഒരു ഉത്സാഹവും കാണിച്ചില്ല. ഡോക്ടർ പ്രിയ ഇടയ്ക്കൊക്കെ അനുവിനോട് വിശേഷം ചോദിക്കും. ഇടയ്ക്ക് 2-3 തവണ സുധി ജംഗ്ഷനിലെത്തിയപ്പോൾ അനുവിനെ കണ്ടെങ്കിലും അവൻ വണ്ടി നിർത്തിയില്ല. ഒരു ദിവസം വൈകുന്നേരം സുലോചനാമ്മ അനുവിനെ വിളിച്ചു. മോളെ, ഈ മാസം 28-ന് നല്ലൊരു മുഹൂർത്തമുണ്ട്. നമുക്ക് അമ്പലത്തിൽ കണ്ണൻ്റെ നടയിൽ വെച്ച് മോതിരം മാറാം. എൻ്റെ ഒരു നേർച്ചയാണ്. അത് കഴിഞ്ഞ് ഫംഗ്ഷന് നമ്മൾക്ക് നന്ദന ഓഡിറ്റോറിയത്തിൽ പോകാം. അച്ഛനോട് സംസാരിക്കുമെന്നാണ് അവൾ അവരോട് പറഞ്ഞത്. അതൊക്കെ ഞാൻ സംസാരിച്ചോളാം. ദേ, ഞാൻ മാധവൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. അവർ ഫോൺ മകന് കൈമാറി. ഹായ് അനു, അവൻ വിളിച്ചു. ഹലോ, അവളുടെ പതിഞ്ഞ ശബ്ദം. എടോ, താൻ ഹോസ്പിറ്റലിൽ എന്നുവരെയാണ് പോകുന്നത്? അവൻ ചോദിച്ചു. ഞാനൊന്നും തീരുമാനിച്ചില്ല. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ തനിക്ക് വേണ്ടി ഒരു ചെയർ ചോദിച്ചിട്ടുണ്ട്. അത് റെഡിയാകാനാണ് സാധ്യത. ആഫ്റ്റർ മാരേജ് ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് ഡ്യൂട്ടിക്ക് പോകുന്നത് പ്രാക്ടിക്കൽ അല്ലടോ. അവൻ വാചാലനായി. എനിക്കൊരു കോൾ വരുന്നുണ്ട്. അവൾ ഫോൺ കട്ട് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞതും അച്ഛനും അമ്മയും അവളുടെ റൂമിലേക്ക് വന്നു. മോളെ, അവർ വിളിച്ചായിരുന്നോ നിന്നെ? അച്ഛൻ അവളുടെ അടുത്തേക്ക് വന്നു. വിളിച്ചിരുന്നച്ഛ, അവൾ പറഞ്ഞു. അമ്മയ്ക്ക് ഒരേ നിർബന്ധം, അമ്പലത്തിൽ വെച്ച് മോതിരമാറ്റം നടത്തണമെന്ന്. അതിനുശേഷം ചടങ്ങുകൾ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റാം. അതാ നല്ലത്. മോളുടെ ജീവിതത്തിലെ ഒരു പ്രധാന കാര്യമാണ് നടക്കാൻ പോകുന്നത്. അത് ഭഗവാന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതാണ് നല്ലത്. അച്ഛൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. നിനക്കെന്താ ഒരു ഉന്മേഷക്കുറവ്? നിനക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലേ? അത് ചോദിച്ചപ്പോൾ അമ്മയുടെ നെറ്റി ചുളിഞ്ഞു. എനിക്കങ്ങനൊന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്. അതൊന്നുമല്ല, അനുക്കുട്ടിക്ക് എല്ലാവരെയും പിരിഞ്ഞു പോകുന്ന ദുഃഖമാണ്. മോളെ, പെൺകുട്ടിയായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ മറ്റൊരു കുടുംബത്തിലേക്ക് പോകും. പിന്നെ അതാണ് നിന്റെ വീട്, നിന്റെ ലോകം. എന്തിനാ എൻ്റെ കുട്ടി വിഷമിക്കുന്നത്? നിനക്കൊരു കുറവും വരത്തില്ല. അവൻ നിന്നെ പൊന്നുപോലെ നോക്കും. അവൻ്റെ അമ്മയും നല്ലൊരു സ്ത്രീയാണ്. ദൈവമായിട്ടാണ് മാധവിനെ നമുക്ക് തന്നത്. അച്ഛൻ അനുവിനെ ചേർത്ത് പിടിച്ചു. അങ്ങനെ വിവാഹ നിശ്ചയത്തിനുള്ള മുഹൂർത്തം കുറിക്കപ്പെട്ടു. തുലാമാസം 17-ാം തീയതി കാലത്ത് 9-നും 9:30 ഇടയ്ക്ക് മോതിരം മാറാൻ നല്ല മുഹൂർത്തമാണെന്ന് അവരുടെ കുടുംബജോത്സ്യൻ പറഞ്ഞതെന്ന് സുലോചന അറിയിച്ചു. എല്ലാവർക്കും ആ മുഹൂർത്തം സമ്മതമായിരുന്നു. പക്ഷേ അന്ന് വർക്കിംഗ് ഡേ ആയതിനാൽ ഒരുപാട് ആളുകൾക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് വിവാഹം ആർഭാടമായി വയ്ക്കാമെന്ന് അവർ തീരുമാനിച്ചു. അനു ഹോസ്പിറ്റലിൽ എല്ലാവരോടും നിശ്ചയത്തിന് വരണമെന്ന് പറഞ്ഞ് ക്ഷണക്കത്ത് കൊടുത്തു. എങ്കിലും ഡോക്ടർ കൃഷ്ണമേനോനും ഡോക്ടർ അശ്വിൻ, പ്രിയ, ഡോക്ടർ സൂസൻ അങ്ങനെ കുറച്ച് ആളുകൾക്ക് മാത്രമേ എത്താൻ പറ്റുള്ളൂ എന്ന് അവളോട് പറഞ്ഞു. സുധിയുടെ മുൻപിൽ മാത്രം പോയപ്പോൾ അവൾക്ക് കാലുകൾ ഇടറി. ഞാൻ വരാം അനുഗ്രഹ, അവൻ ലെറ്റർ മേടിച്ചുകൊണ്ട് പറഞ്ഞു. മിത്രയുടെ നമ്പർ ഒന്ന് തരുമോ സർ? അവൾ ചോദിച്ചു. അവൻ നമ്പർ പറഞ്ഞു കൊടുത്തു. അവൾ വേഗം പുറത്തേക്ക് പോയി. മിത്രയെ വിളിച്ചവൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മിത്രയും അമ്മയും മുത്തശ്ശിയും എല്ലാവരും ഒരുമിച്ച് അനുവിൻ്റെ നിശ്ചയത്തിന് വരുമെന്ന് മിത്ര അവൾക്ക് വാക്ക് കൊടുത്തു. ചേച്ചി എവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നതെന്ന് മിത്ര അവളോട് ചോദിച്ചു. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. മിത്ര ഓരോരോ ഡിസൈൻസ് അവൾക്ക് അയച്ചു കൊടുത്തു. മാധവും അമ്മയും അനുവിന് ഡ്രസ്സ് എടുക്കാൻ അവരുടെ ഒപ്പം വരാൻ കുറേ നിർബന്ധിച്ചെങ്കിലും അവൾ പോയില്ല. ഒരു ഫ്രണ്ടുമായിട്ട് പൊയ്ക്കോളാമെന്ന് അവൾ പറഞ്ഞു.
മിത്ര ഒരു ദിവസം ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അനു വന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാൻ തുടങ്ങുന്നത് കണ്ടു. അവൾ അവൾക്ക് നിശ്ചയത്തിനെടുക്കാനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. മിത്രയും കൂടെ അവളുടെ ഒപ്പം വരാമെന്ന് പറഞ്ഞു. അനുവും ഒറ്റയ്ക്ക് പോകാൻ മടിച്ചു നിൽക്കുമായിരുന്നു. മിത്ര ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. ഏട്ടനോട് യാത്ര പറഞ്ഞിട്ട് അവൾ അനുവിനൊപ്പം പോയി. രണ്ടാളും കൂടി ഷോപ്പിംഗ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്കും പോയി. അങ്ങനെ വിവാഹ നിശ്ചയം വന്നെത്തി. നാളെയാണ് നിശ്ചയം. അനു ഇന്നും ഹോസ്പിറ്റലിൽ പോവാണോ? രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായ അനുവിനെ നോക്കി അമ്മ ചോദിച്ചു. ഇന്ന് പോകണം. എല്ലാവരോടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം. പിന്നെ തയ്ക്കാൻ കൊടുത്ത ബ്ലൗസും മേടിക്കണം. അത് പറഞ്ഞ് അനു ഇറങ്ങി. നാളെ മാധവ് അണിയിക്കുന്ന മോതിരം തൻ്റെ വിരലിൽ. പിന്നെ താൻ മറ്റൊരാളുടെ ആകും അവൾ ഓർത്തു. അന്ന് ഓപ്പി പെട്ടെന്ന് കഴിഞ്ഞു. അനു ഒന്നുകൂടി സുതിയെ ഒഴുകി എല്ലാവരെയും ക്ഷണിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. അവൾ വെളിയിൽ വന്നപ്പോൾ സുധിയുടെ കാറിൽ എന്തൊക്കെയോ കുറേ പാക്കറ്റുകൾ സെക്യൂരിറ്റിയും വേറൊരാളും കൂടി കയറ്റുന്നത് കണ്ടു. ഓൺലൈനിലൂടെ എന്തൊക്കെയോ ബുക്ക് ചെയ്തതാണെന്ന് അവൾക്ക് തോന്നി. സുധി അവിടെ എല്ലാം അവൾ തിരിഞ്ഞെങ്കിലും കണ്ടില്ല. അവൾ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു. സുധിയുടെ കാർ പതിയെ വരുന്നത് അവൾ കണ്ടു. അവളുടെ അടുത്തെത്തിയതും കാർ നിന്നു. അനുഗ്രഹ, ഇയാൾ കയറുന്നോ? ജംഗ്ഷനിൽ ഇറക്കാം. സുധി കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്നൊരു ഇടിമുഴങ്ങി. തുലാമഴ തുടങ്ങുവാണല്ലേ. ഹോസ്പിറ്റലിൽ നിന്നും മരുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന രണ്ടാളുകൾ അതും പറഞ്ഞ് വേഗത്തിൽ നടന്നത് അവൾ കണ്ടു. മഴ ചന്നം പിന്നെ പെയ്യാൻ തുടങ്ങി. അനുഗ്രഹ കയറിക്കോളൂ, നല്ല മഴയ്ക്കാണെന്ന് തോന്നുന്നു. അവൻ ഫ്രണ്ട് ഡോർ തുറന്നു. സർ, ഞാൻ ബാക്കിൽ കയറിക്കോളാം, അവൾ പറഞ്ഞു. അവിടെ എല്ലാം കുറച്ച് പാക്കറ്റുകളാണ്. എടുത്താൻ ഫ്രണ്ടിൽ കയറിക്കോ. സുധി പറഞ്ഞതും മനസ്സില്ലാ മനസ്സോടെ അവൾ അവൻ്റെ ഒപ്പം മുൻപിൽ കയറി. സർ, ആ ഷോപ്പിലൊന്ന് വണ്ടി നിർത്തോ? ഒരു ടൈലറിംഗ് ഷോപ്പിൻ്റെ മുൻപിലെത്തിയപ്പോൾ അവൾ അവനോട് ചോദിച്ചു. അവൻ വണ്ടി ഒതുക്കി നിർത്തിയതും അവൾ വേഗം ആ കടയിലേക്ക് കയറി. 10 മിനിറ്റ് കഴിഞ്ഞതും അവൾ ഇറങ്ങി വന്നു. അപ്പോഴേക്കും മഴ തുടങ്ങി. അവളുടെ ദേഹത്തെല്ലാം മഴത്തുള്ളികൾ വീണു. അവൾ ഓടിവന്ന് കാറിൽ കയറി. നല്ല മഴയല്ലേ? അവൻ അവളെ നോക്കി. നല്ല ഇടിയുമുണ്ട്, അവൾ പറഞ്ഞു. നാളെ നാളെ സാർ വരില്ലേ? വണ്ടി കുറച്ചു ദൂരം മുൻപോട്ട് പോയ ശേഷം അവൾ അവനെ നോക്കി. പെട്ടെന്ന് അവനൊരു മറുപടി കൊടുത്തില്ല. അവൾക്ക് ആകെ വിഷമമായി. വരാം, അവൻ തെല്ലിട കഴിഞ്ഞ് അവളെ നോക്കി പറഞ്ഞു. മിത്ര വരണമെന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ വീണ്ടും പറയുകയാണ്. അനുഗ്രഹിക്ക് നല്ലത് വരട്ടെ, ഞാൻ എന്നും പ്രാർത്ഥിക്കും. അവൻ അത് പറയുകയും അവൾ പൊട്ടിക്കരഞ്ഞു. സുധി പെട്ടെന്ന് വണ്ടി ഒതുക്കി നിർത്തി. അനു, അനു എന്താ ഇത്? അവൻ അവളുടെ ചുമലിൽ പിടിച്ചു. പെട്ടെന്ന് അവൾ അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അനു, ഇയാൾ നല്ല കുട്ടിയാണ്. എനിക്കെപ്പോഴോ തന്നെ. അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു. എന്നോടൊന്നും പറയാറുന്നില്ല. ഒരു തവണ പറഞ്ഞിരുന്നെങ്കിൽ. അനുവിൻ്റെ കണ്ണീർ അവൻ്റെ കൈകളിൽ പെയ്തിറങ്ങി. ഞാൻ എത്ര വട്ടം ആഗ്രഹിച്ചു എന്നറിയും. അവൾ തേങ്ങി. സാരല്ല, പോട്ടെ. മാധവ് ഇയാൾക്ക് നന്നായി ചേരും. അയാൾ നല്ല പയ്യനാണ്. സുധി ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. തൻ്റെ അച്ഛനും അമ്മയുമൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കണതല്ലേ തൻ്റെ വിവാഹം. അവരെ ആരെയും വിഷമിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം നമുക്ക് വേണ്ടടോ. സുധി അവളോട് വീണ്ടും പറയുകയാണ്. അവളും തലകുലുക്കി. സുധി പറഞ്ഞത് വളരെ ശരിയാണ്. അച്ഛനും അമ്മയും അമ്മാവനും എല്ലാവരും ഒരുപാട് പ്രതീക്ഷയിലാണ്. എല്ലാവരുടെയും മുൻപിൽ തൻ്റെ അച്ഛൻ തലകുനിച്ച് നിൽക്കുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയില്ല. എങ്കിലും അവർക്ക് രണ്ടാൾക്കും തോന്നി തങ്ങളുടെ മനസ്സിലുള്ളത് പരസ്പരം പങ്കുവച്ചല്ലോ എന്ന്. ഇത്രയും ദിവസം വലിയൊരു ഭാരം കൊണ്ടാണ് താൻ നടന്നതെന്ന് സുധി ഓർത്തു. സുധി പതിയെ അവൻ്റെ കൈകൾ പിൻവലിച്ചു. അനു, താൻ കണ്ണു തുടയ്ക്ക്, അവൻ പറഞ്ഞു. അവൾ പതിയെ പതിയെ സാഹചര്യത്തിലേക്ക് പൊരുത്തപ്പെട്ടു. മാധവ് മാത്രം മതി ഇനി ഇയാളുടെ മനസ്സിൽ. വേറൊരു ചിന്തയും വേണ്ട. ഇറങ്ങാൻ നേരം സുധി അവളോട് പറഞ്ഞു. അവൾ അതിന് മറുപടി പറയാതെ വേഗം നടന്നുപോയി. വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ അനുവിൻ്റെ ഫോണിലേക്ക് മാധവ് വിളിച്ചു. ഹായ്, എവിടെത്തി? അവൻ ചോദിച്ചു. ഞാൻ വീട്ടിലേക്ക് പോവാ. എടോ, ഞാൻ ആകെ ത്രില്ലിലാണ്. നാളെ രാവിലെ
9:30 ശേഷം താനീ മാധവന്റെ പെണ്ണ. മാധവന്റെ ആഹ്ലാദത്തോടെയുള്ള വാക്കുകൾ അവൾ കേട്ടു. സുധി തിരികെ വീട്ടിലെത്തിയപ്പോൾ മിത്രയും അമ്മയും ഉമ്മറത്തുണ്ട്. അവൻ കാറ് പാർക്ക് ചെയ്തിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ, നാളെ എപ്പോഴാണ് നമ്മൾ അനുചേച്ചിയുടെ എൻഗേജ്മെന്റിന് പോകുന്നത്? മിത്ര ഏട്ടനെ നോക്കി എഴുന്നേറ്റു. കാലത്ത് 8:30 കഴിഞ്ഞ് നമുക്ക് ഇറങ്ങണം. അമ്പലത്തിലൊന്ന് തൊഴുതു വരുമ്പോൾ ഏകദേശം മുഹൂർത്തമാകും. സുധി എന്തെങ്കിലും പറയും മുമ്പ് അമ്മ ഇടയ്ക്ക് കയറി. പോകാം അമ്മേ. അവൻ അമ്മയെ നോക്കി. ഏട്ടാ, ഒരു ഊട്ടം കാണിക്കട്ടെ? അവൾ അകത്തേക്ക് ഓടി. ഒരു കവറുമായിട്ട് മിത്ര വേഗം തിരികെ എത്തി. എന്താണെന്ന് കാണണ്ടേ? മിത്ര അതവനെ തുറന്ന് കാണിച്ചു. ഇതെന്താ മിത്ര ഇങ്ങനെ? നാളെ നിന്റെ വിവാഹ നിശ്ചയമാണോ നടക്കുന്നത്? അവൻ അവളെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. മിത്രയും അമ്മയും കൂടി അത് കേട്ട് ഉറക്കെ ചിരിച്ചു. സുധി തന്റെ മുറിയിൽ കയറി വാതിലടച്ചു. അനുവിന്റെ തേങ്ങൽ ഇപ്പോഴും അവന്റെ കാതിൽ മുഴങ്ങുകയാണ്. ഒരു തവണയെങ്കിലും എന്നോടൊന്നും പറഞ്ഞിരുന്നെങ്കിൽ. അവളുടെ ആ വാക്കുകൾ ഓർത്തപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപക്ഷെ അവളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ തൻ്റേതാകുമായിരുന്നെന്ന് അവൻ ഓർത്തു. അനുവിന്റെ ഫോണിൽ വിളിച്ച് മാധവന്റെ നമ്പർ വാങ്ങിയാലോ? അയാളോടെല്ലാം പറഞ്ഞാലോ? ഒരു മാത്രം അവൻ ചിന്തിച്ചു. കുറേ സമയം അവൻ കൂട്ടിയും കിഴിച്ചു ആലോചിച്ചു. ഓ വേണ്ട, അതിനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാണോ? ഒരുപക്ഷെ മാധവ് തൻ്റെ വാക്കുകൾ കേൾക്കാതെ വീണ്ടും അനുവിനെ വിവാഹം ചെയ്താ നാളെ അവൾക്ക് അതിൻ്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് അവൻ ഓർത്തു. നാളെ അനുവിൻ്റെ വിവാഹത്തിന് താൻ പോകില്ലെന്ന് അവൻ തീരുമാനിച്ചു. മിത്രയോടും അമ്മയോടും എന്തെങ്കിലും കളവ് പറഞ്ഞ് രാവിലെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവൻ ഉറപ്പിച്ചു. അനുമോളെ, അമ്മ തോളിത്തട്ടി വിളിച്ചപ്പോൾ അനു ചാടി എഴുന്നേറ്റു. മോളെ, 5 മണി കഴിഞ്ഞു, എഴുന്നേറ്റ് കുളിക്ക്, ഒരുങ്ങാനായി പോകണ്ടേ? അമ്മ മുറിയിൽ ലൈറ്റിട്ടുകൊണ്ട് അവളോട് പറഞ്ഞു. അവൾ വേഗം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. പല്ല് തേച്ച് അവൾ കുളിക്കുവാനായി ബാത്റൂമിൽ കയറി. കുളി കഴിഞ്ഞവൾ നിലക്കണ്ണാടിയുടെ മുൻപിൽ വന്നു നിന്നു. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കേണ്ട നിമിഷമാണ്. പക്ഷേ താൻ മാത്രം. അനു, കുളിച്ചിറങ്ങിയോ? അമ്മയുടെ ശബ്ദം കേട്ടതും അവൾ വേഗം താഴേക്ക് ഇറങ്ങി വന്നു. സമയം പെട്ടെന്ന് പോകൂട്ടോ, വേഗം ആയിക്കോട്ടെ. അച്ഛനാണ്. സുധി രാവിലെ എഴുന്നേറ്റ് റെഡിയായി വന്നു. അമ്മേ, ഞാൻ ഹോസ്പിറ്റലിൽ വരെ അത്യാവശ്യമായിട്ട് പോവാണ്. നിങ്ങൾ അമ്പലത്തിൽ പോയിക്കോളൂ, ഞാൻ അവിടേക്ക് എത്തിക്കോളാം. അവൻ അമ്മയോട് പറയുന്നത് കേട്ട് മിത്ര അവിടേക്ക് വന്നു. അത് വേണ്ട, ഇന്ന് എന്ത് തിരക്കാണെങ്കിലും ഏട്ടൻ എവിടേക്കും പോകണ്ട. മിത്ര അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. മിത്തു, ഞാൻ ആ ടൈമിൽ അവിടെ കാണും, ഉറപ്പ്. ഇന്നെനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അവൻ അവളെ നോക്കി. ഒരു മീറ്റിങ്ങും വേണ്ട ഏട്ടാ, ഇപ്പം തന്നെ 8 മണിയാകാറായി. അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഇവിടെ നിന്നിറങ്ങും. പിന്നെ എന്ത് മീറ്റിംഗാണ്? അവൾ ഏട്ടൻ്റെ മുൻപിൽ വന്ന് എളിക്ക് കയ്യും കൊടുത്ത് നിന്നു. മോനെ, ഇപ്പോൾ പോകണ്ട. ആ കുട്ടി നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു അംഗമല്ലേ, നമുക്ക് നേരത്തെ ചെല്ലണം. അമ്മയും കൂടി തടഞ്ഞപ്പോൾ അവൻ നിസ്സഹായനായി. അവൻ തിരികെ മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞതും മിത്ര അവൻ്റെ അരികിലേക്ക് വന്നു. ഏട്ടാ, ഏട്ടൻ ഈ ഡ്രസ്സ് ഇട്ടാൽ മതി കേട്ടോ. അവൾ അവൻ്റെ കയ്യിൽ ഒരു കവർ കൊടുത്തു. ഞാൻ അമ്മയ്ക്കും മുത്തശ്ശിക്കും എടുത്തപ്പോൾ ഏട്ടനും കൂടി എടുത്തതാണ്. ഏട്ടൻ ഈ ഡ്രസ്സ് ഇട്ടാൽ മതി, അവൾ പറഞ്ഞു. നിനക്കെന്താ, നമ്മുടെ ആരുടെയെങ്കിലും വിവാഹമാണോ മിത്ര? ഇതിനു മാത്രം ആഘോഷം വേണോ? അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ അവളോട് ചോദിച്ചു. നമ്മുടെ ആരുമല്ല, ശരിയാ. പക്ഷേ ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് അനുചേച്ചി വരണമെന്ന്. ഏട്ടൻ എപ്പോഴെങ്കിലും അനുചേച്ചിയോട് ഇഷ്ടം തോന്നിയിരുന്നോ? മിത്ര അവളുടെ ഏട്ടൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. നീ വെറുതെ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കേണ്ട മിത്ര. പോകുന്നുണ്ടെങ്കിൽ റെഡിയാവ്. അവൻ മിത്രയുടെ മുൻപിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അമ്മയും മിത്രയും മുത്തശ്ശിയും അല്പസമയം കഴിഞ്ഞതും പോകുവാനായി ഇറങ്ങി വന്നു. സുധി വെറുതെ ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഏട്ടാ, പോകാം? മിത്ര അവനോട് ചോദിച്ചു. മിത്രയെ അവൻ അടിമുടി നോക്കി. ഇതെന്തിനാ നീ ഇത്ര അണിഞ്ഞൊരുങ്ങിയത്? അവൻ ചോദിച്ചു. എന്താ ഏട്ടാ, ഓവറായിട്ടുണ്ടോ മേക്കപ്പ്? അവൾക്ക് സംശയം. ഇല്ല, കുറഞ്ഞു പോയതേ ഉള്ളൂ. അവൻ കാറിൻ്റെ ചാവിയെടുത്ത് മുറ്റത്തേക്കിറങ്ങി. അമ്പലത്തിലെത്തിയപ്പോൾ അനുവിൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല. വരൂ അമ്മേ, നമുക്ക് വേഗത്തിൽ തൊഴുതിറങ്ങാം. ഗീതാദേവി മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കോവിലേക്ക് കയറി. എൻ്റെ കണ്ണ, അനുവിന് നല്ലത് വരുത്തണേ.
സുധിക്ക് ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി ക്ഷേത്രത്തിൽ കയറി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പതിയെ വെളിയിലേക്ക് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഹോണ്ട സിറ്റി കാർ വന്നു. അതിൽ നിന്നിറങ്ങിയ ചെറുപ്പക്കാരൻ അന്ന് അനുവിനെ കൂട്ടിക്കൊണ്ടു പോയതെന്ന് സുധിക്ക് മനസ്സിലായി. അവൻ്റെ അമ്മയും കൂടിയൊരു പെൺകുട്ടിയും. അതവൻ്റെ സഹോദരിയായിരിക്കും. അവരും കാറിൽ നിന്നിറങ്ങി അമ്പലത്തിലേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞതും അനു വരുന്നത് സുധി കണ്ടു. സുധി അവളെ നോക്കി. അവളിന്ന് സുന്ദരിയായിട്ടുണ്ട്. മിത്ര ഓടിച്ചെന്ന് അവളുടെ കരം ഗ്രഹിച്ചു. ചേച്ചി, യു ലുക്ക് സോ സ്വീറ്റ്, അവൾ അനുവിൻ്റെ കാതിൽ പറഞ്ഞു. പക്ഷേ അവളെ നോക്കി അനു ഒന്ന് ചിരിച്ചു. അതിലൊരു വിഷാദഭാവം നിഴലിച്ചു. സുധിയെ നോക്കുവാനുള്ള ശക്തി അനുവിനില്ലായിരുന്നു. വരുമോളെ, സമയമായി. സുലോചനാമ്മ തിടുക്കത്തിൽ അനുവിൻ്റെ കയ്യിൽ പിടിച്ചു. എല്ലാവരും കൂടി അകത്തേക്ക് പോയി. ഏട്ടാ വരൂ. മിത്ര സഹോദരൻ്റെ കൂടെ മുൻപോട്ട് കയറി. അനുവിൻ്റെ അടുത്തായി മിത്ര നിന്നു. പ്രാർത്ഥനയും പൂജയും കഴിഞ്ഞ് മോതിരങ്ങൾ രണ്ടും ഒരു താലത്തിൽ തിരുമേനി വെളിയിലേക്ക് കൊണ്ടുവന്നു. അത് ഗീതാദേവിയുടെ കയ്യിൽ കൊടുത്തു. അടുത്തത് ഇപ്പം തരാം, തിരുമേനി വീണ്ടും പറഞ്ഞു. എന്നിട്ട് അകത്തേക്ക് പോയി. മിത്ര ഒരു മോതിരം കയ്യിലെടുത്തു. ഏട്ടാ, അവളിത് സുധിയുടെ കയ്യിൽ കൊടുത്തു. ഇതെന്താ മിത്ര? അവൻ അസ്വസ്ഥനായി. ഈ മോതിരം ഈ പെൺകുട്ടിയുടെ കയ്യിൽ അണിയിക്ക്, മിത്ര അല്പം ഗൗരവത്തോടെ നിർദ്ദേശിച്ചു. സുധിയും മനുവും നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ എല്ലാരെയും നോക്കി. വേഗാവട്ടെ, മുഹൂർത്തം തെറ്റിക്കണ്ട, ഗീതാദേവിയും ധൃതി കാട്ടി. അനു അവളുടെ അച്ഛനെ നോക്കി. അയാൾ സമ്മതഭാവത്തിൽ തലകുലുക്കി. ദേ, ഇനിയും ചടങ്ങുകൾ ബാക്കിയുണ്ട്, സുലോചനാമ്മ പറഞ്ഞു. സുധി അനുവിൻ്റെ മോതിരവിരലിൽ അവിനാശ് എന്നെഴുതിയ മോതിരം അവളെ അണിയിച്ചു. അനു തിരിച്ചും. എൻ്റെ കണ്ണ, ഇത് സത്യമാണോ അതോ സ്വപ്നോ? അവൾ വീണ്ടും വീണ്ടും സുധിയെ നോക്കി. തിരുമേനി അകത്തുനിന്ന് ഇറങ്ങി വന്നു. മാധവ്, മിത്ര, തിരുമേനി വിളിച്ചു. ഇതാ, സുലോചനമ്മയുടെ കയ്യിലേക്ക് അത് കൊടുത്തു. മാധവും മിത്രയും പരസ്പരം മോതിരം മാറുന്നത് നോക്കി. സുധി അനു നിന്നു. വരൂ ഏട്ടാ, എൻ്റെ ഏട്ടത്തിയമ്മേ, മിത്ര ചിരിച്ചുകൊണ്ട് സുധിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇനി എല്ലാവർക്കും കൂടി ഓഡിറ്റോറിയത്തിൽ പോകാം, ഗീതാദേവി എല്ലാവരോടും പറഞ്ഞു. പോകാമേ, പക്ഷെ ഇവിടെ രണ്ടാളുകൾ ഒന്നും മനസ്സിലാകാതെ നിൽപ്പുണ്ട്. അവരോട് കാര്യങ്ങളൊന്നും പറയട്ടെ, അല്ലേ മാധവ്? മിത്ര ചിരിച്ചു. ഏട്ടാ, മായച്ചിട്ട് കൊണ്ടുവന്ന ആലോചനയാണ് മാധവിൻ്റേത്. എനിക്ക് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് മതിയെന്നാണ് പ്ലാൻ. അതുകൊണ്ട് ഞാനിത് വേണ്ടെന്ന് വെച്ചു. ഒരു ദിവസം എൻ്റെ മെസ്സഞ്ചറിൽ മാധവ് ഹായ് അയച്ചു. എനിക്ക് ആളെ പിടികിട്ടിയില്ല. മായച്ചിട്ട് പറഞ്ഞ ആളാണെന്ന് പറഞ്ഞ് മാധവ് വീണ്ടും മെസ്സേജ് അയച്ചു. പിന്നെ ഈ ചുള്ളൻ ചെക്കനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. പക്ഷേ ചേട്ടൻ്റെ കല്യാണം അത് കഴിഞ്ഞു മതിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അനുചേച്ചിയുടെ കാര്യം ഞാൻ മാധവനോട് പറഞ്ഞു. എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായി അനുചേച്ചി വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുവെന്ന് മാധവന് മനസ്സിലായി. പക്ഷെ ചേട്ടനും ചേച്ചിക്കും തമ്മിൽ ഇഷ്ടമാണോന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞാനും മാധവും തമ്മിൽ പ്ലാൻ ചെയ്ത ഡ്രാമയായിരുന്നു ഇത്. മാധവൻ ചേച്ചിയെ പെണ്ണ് കാണാൻ ചെല്ലുന്നതിന് മുൻപ് അനുചേച്ചിയുടെ വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അനുചേച്ചിയുടെ നിസ്സഹകരണം കണ്ടപ്പോൾ തന്നെ ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മനസ്സിലായി ചേച്ചിക്ക് ഈ ബന്ധം ഇഷ്ടമല്ലെന്ന്. അതുപോലെ തന്നെ അനുചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചെന്നറിഞ്ഞപ്പോൾ ഏട്ടനിലുണ്ടായ മാറ്റങ്ങൾ അതുകൂടി കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഏട്ടനും അനുചേച്ചി ഇല്ലാതെ പറ്റില്ലെന്ന്. മാധവ് അനുചേച്ചിയുമായി പോയി അന്ന് സുധിയേട്ടൻ ആകെ തകർന്നു പോയത് ഞാൻ കണ്ടു. പക്ഷെ ഏട്ടനെ കൊണ്ട് പല തവണ പറയിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. ഏട്ടൻ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങളെ കുറച്ച് വിഷമിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു, അല്ലേ മാധവ്? മിത്ര അവൻ്റെ കയ്യിൽ നുള്ളി. സുധിയും അനുവും തരിച്ചിരുന്നു പോയി. ഈശ്വര, തൻ്റെ അനുജത്തി, തൻ്റെ കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ അത് വല്ലാണ്ട് പൊന്തി വന്നു. എന്ത് തോന്നുന്നേട്ടാ എന്നെക്കുറിച്ച്? മിത്ര സുധിയെ നോക്കി. മിത്ര, ഇത്രയും ബുദ്ധിയുള്ള നിന്നെ ISROയുടെ തലപ്പത്തെത്തിക്കുന്ന കാര്യം ഞാനേറ്റു. മാധവ് അത് പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു. അനുചേച്ചി എന്താ മിണ്ടാത്തെ? മിത്ര ചോദിച്ചു. 1 കോടി നന്ദി വാക്കുകൾ അവളെ കെട്ടിപ്പിടിച്ച് പറയണമെന്നുണ്ടായിരുന്നു അവളുടെ മനസ്സിൽ. തനിക്ക് പിറക്കാതെ പോയ തൻ്റെ കൂടെ പിറപ്പ്, അതാണ് മിത്ര. അനു അങ്ങനെയാണ് ഓർത്തത്.
സുധി അനുവിനെ നോക്കി. അവളുടെ കയ്യിൽ അവൻ അണിഞ്ഞ മോതിരത്തെയും. തൻ്റെ മാത്രമായി ഈശ്വരൻ തനിക്ക് തന്ന തൻ്റെ പെണ്ണ്, തനിക്ക് തണലായി, തൻ്റെ അമ്മയ്ക്ക് ആശ്രയമായി, തൻ്റെ തൻ്റെ മക്കൾക്ക് അമ്മയായി കള്ളക്കണ്ണൻ തന്ന തൻ്റെ പെണ്ണ്. 1000 മുത്തങ്ങൾ അവളുടെ നെറുകയിൽ വെക്കുവാൻ അവൻ്റെ മനസ്സ് വെമ്പി. അങ്ങനെ വിവാഹ നിശ്ചയം ചെറിയ ചടങ്ങായി കഴിഞ്ഞെങ്കിലും വിവാഹം വളരെ ആഡംബരപൂർണമായിരുന്നു. ആരവങ്ങളും ആർപ്പുവിളികളും കഴിഞ്ഞു. അനു അങ്ങനെ സുധിയുടേതായി. മിത്ര മാധവിൻ്റെയും. വിവാഹം കഴിഞ്ഞിട്ട് 2 മാസം പിന്നിട്ടു. എല്ലാവരുടെയും തിരക്കുകളൊക്കെ കഴിഞ്ഞു. ഇന്നാണ് നവദമ്പതികൾ എല്ലാവരും കൂടി ഹണിമൂൺ ആഘോഷിക്കുവാനായി പാരീസിലേക്ക് പുറപ്പെടുന്നത്. അനു എല്ലാം പാക്ക് ചെയ്തു. മിത്രയും മാധവും 2 മണിക്ക് എത്തിച്ചേരും. 7 മണിക്കുള്ള ഫ്ലൈറ്റിനാണ് എല്ലാവരും കൂടി പുറപ്പെടുന്നത്. സമയം ഏകദേശം 12 മണിയായി കാണും. സുധി കുളിക്കുവാൻ കയറിയതാണ്. അവൻ ഇറങ്ങി വന്നപ്പോൾ അനു അവന് ഭക്ഷണം വിളമ്പാനായി താഴേക്ക് പോയി. മോനെ എന്നുള്ള അമ്മയുടെ അലർച്ച കേട്ടതും സുധി ഓടി വന്നു. അനു ബോധമില്ലാതെ കിടക്കുന്നു. അവൻ വേഗം അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. കുറച്ചു കഴിഞ്ഞതും ഡോക്ടർ സൂസൻ പതിയെ സുധിയുടെ അരികിലേക്ക് വന്നു. ഡോക്ടർ അവിനാശ്, ഇന്ന് നിങ്ങൾ പാരീസിലേക്ക് എപ്പോഴാണ് പോകുന്നത്? അവർ ചോദിച്ചു. വൈകിട്ട് 7 മണി. എന്താണ് ഡോക്ടർ? അവൻ ആകാംക്ഷയോടെ അവരെ നോക്കി. അവിനാശ്, തനിയെ ഹണിമൂൺ ആഘോഷിക്കാനായി തനിക്ക് പോകാൻ പറ്റുമോ? അവൾ സംശയത്തോടെ സുധിയെ നോക്കി. എന്തുപറ്റി ഡോക്ടർ? അവൾക്ക് എന്തെങ്കിലും? അവൻ ഡോക്ടർ സൂസന്റെ മുഖത്തേക്ക് കണ്ണു നട്ടു. ഡോക്ടർ അനുഗ്രഹയ്ക്ക് ഇപ്പോൾ വേണ്ടത് റെസ്റ്റാണ്. അവരെ ഒരമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഡോക്ടർ സൂസന്റെ വാക്കുകളെ അവന് വിശ്വസിക്കാനായില്ല. അവൻ അവളുടെ അടുത്തേക്ക് ഓടി. അമ്മ അവളുടെ അടുത്തുണ്ടായിരുന്നു. ആ, യാത്രയൊക്കെ മാറ്റി വെച്ചോളൂ, ഞാൻ മിത്രയൊന്ന് വിളിക്കട്ടെ. അമ്മ എഴുന്നേറ്റു. അവൻ അവളുടെ അടുത്ത് ചെന്നു. കുറച്ച് നേരത്തെ ആയിപ്പോയോ? അവൻ സംശയത്തോടെ അവളെ നോക്കി. അനു അവനെ നോക്കി ചിരിച്ചു. എന്ത് പണിയായിട്ടായി കാണിച്ചത്? നിങ്ങൾക്ക് ഇത്തിരി കൂടി കാത്തിരിക്കാൻ മേലായിരുന്നോ? മിത്രയുടെ ശബ്ദം കേട്ടതും സുധി പുറത്തേക്ക് നോക്കി. മിത്രയും മാധവും കൂടി അകത്തേക്ക് കയറി വന്നു. കൺഗ്രാറ്റ്സ് ഏട്ട. മാധവ് സുധിയുടെ കയ്യിൽ പിടിച്ചു. എൻ്റെ ഏട്ടത്തി, ഇനി ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി വരണ്ടേ? കഷ്ടം. മിത്ര അനുവിൻ്റെ അടുത്തേക്ക് വന്നു. അനു ചിരിച്ചു. നിങ്ങൾ രണ്ടാളും പോയി വരൂ മിത്ര, അവൾ പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞതും മിത്രയും മാധവും കൂടി അവരോട് യാത്ര പറഞ്ഞു പോയി. സുധി അനുവിനെ ചേർത്ത് പിടിച്ചു. നമുക്ക് നമ്മുടെ മോളെയും കൂട്ടി ഹണിമൂൺ ആഘോഷിക്കാൻ പോകാം. നിനക്ക് സമ്മതമാണോ? അവൻ അവളെ നോക്കി അവൻ്റെ കൈ നീട്ടി. സമ്മതം. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ തൻ്റെ കൈ ചേർത്തു. കഥ അവസാനിച്ചു. ഇഷ്ടമായോ ആവോ? അഭിപ്രായം പറയണേ. ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.